ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ ഫ്രൂട്ട് കണ്ടപ്പോൾ കുറേ പേർക്ക് ഇതിൻ്റെ പേര് പിടികിട്ടിയിട്ടുണ്ടാവില്ല. ഇതൊരു മലേഷ്യൻ ഫ്രൂട്ടാണ്. ഡ്രാഗൺ ഫ്രൂട്ട് എന്നാണ് ഇതിൻ്റെ പേര്. കള്ളിമുള്ള ചെടിയുടെ ഇനത്തിൽപ്പെട്ടതാണ്. ഇതിൻ്റെ ചെടിക്ക് വളരാനായിട്ട് നല്ല ചൂട് ആവശ്യമാണ്. അതേപോലെ തന്നെ ജൈവമൂല്യമുള്ള മണ്ണും ഇതിനാവശ്യമാണ്. ഇന്ത്യയിൽ ചിലയിടങ്ങളിൽ ഇപ്പോൾ കൃഷി ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇതത്ര ആക്റ്റീവായിട്ട് കൃഷി ചെയ്യാത്തത് കൊണ്ട് തന്നെ വില ഒരല്പം കൂടുതലാണ്. പ്രധാനമായും 3 നിറങ്ങളിൽ ഫ്രൂട്ട് ലഭ്യമാണ്. ഇപ്പോൾ നമ്മൾ ഈ വാങ്ങിയതിൻ്റെ ഉള്ളിലെ കളറെന്ന് പറയുന്നത് വൈറ്റാണ്. ഇതിൻ്റെ കൃഷി നമ്മുടെ നാട്ടിൽ വ്യാപകമല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഒത്തിരി പേര് ഇത് യൂസ് ചെയ്തിട്ടില്ല. പലർക്കും ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയാണത് കട്ട് ചെയ്യണം എന്ന് അറിയത്തില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് ഫേസ്ബുക്കിൽ അതിനെക്കുറിച്ചൊരു ക്വസ്റ്റ്യൻ വന്നു. അപ്പോൾ എന്തായാലും ഞാനിത് കട്ട് ചെയ്ത് കാണിക്കാം. ഡ്രാഗൺ ഫ്രൂട്ട് കട്ട് ചെയ്യാൻ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത് കട്ട് ചെയ്യാനൊക്കെ അറിയാവുന്നവർ ക്ഷമിക്കുക. ആദ്യം നമ്മൾ 2 സൈഡിലും കട്ട് ചെയ്ത് കളയാണ് വേണ്ടത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാം. ഇപ്പോൾ 2 സൈഡിലെയും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നടുവിലെ ഭാഗം നീളത്തിൽ മുറിക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്കിതിൻ്റെ തൊലി ഈസി ആയിട്ട് പൊളിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മുടെ ഇഷ്ടത്തിന് ഇത് കട്ട് ചെയ്തെടുത്ത് കഴിക്കാവുന്നതാണ്. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ്. പക്ഷേ ഇത് വെറുതെ കഴിക്കുന്നതിനേക്കാളും കുട്ടികൾക്കൊക്കെ ഇഷ്ടം ഷേക്കൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നതായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള മിൽക്ക് ഷേക്ക് എങ്ങനെയാണ് ഡ്രാഗൺ ഫ്രൂട്ട് ഉപയോഗിച്ച് ഉണ്ടാക്കുന്നത് എന്നാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ ഒരു ഫ്രൂട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ 2 ഗ്ലാസ് പാല്, തിളപ്പിച്ച പാല് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് കൂൾ ചെയ്തെടുത്തിരിക്കുകയാണ്. പിന്നെ കുറച്ച് പഞ്ചസാര, അതേപോലെ തന്നെ വാനില ഐസ്ക്രീമുമാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോഴത്തെ നമ്മുടെ ചൂട് കാലാവസ്ഥയിൽ കഴിക്കാൻ പറ്റിയ വളരെ നല്ലൊരു മിൽക്ക് ഷേക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് അരിഞ്ഞതും പഞ്ചസാരയും കുറച്ച് പാലും 1-2 സ്കൂപ്പ് ഐസ്ക്രീമും കൂടി മിക്സിയിൽ അടിച്ചെടുക്കാം. നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സെർവിങ് ഗ്ലാസ്സിലേക്ക് നമുക്ക് പകർത്താം. ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറയാനാണെങ്കിൽ വൈറ്റമിൻ സി ധാരാളമുള്ളൊരു ഫ്രൂട്ടാണ്. അതുകൊണ്ട് തന്നെ രോഗപ്രതിരോധ ശക്തി, അതായത് ഇമ്മ്യൂൺ സിസ്റ്റത്തെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് പ്രത്യേക കഴിവുണ്ട്. കാൽസ്യത്തിൻ്റെ കുറവ് പരിഹരിക്കാനും ഇത് കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ എല്ലിൻ്റെയും പല്ലിൻ്റെയും ഒക്കെ ആരോഗ്യത്തിന് നമ്മുടെ ഈ ഡ്രാഗൺ ഫ്രൂട്ട് നല്ലതാണ്. ഡയബറ്റിക്സിനെ തടയാനായിട്ട് കഴിവുള്ള ഒന്നാണ്. പക്ഷേ ഡയബറ്റിക്സ് ഉള്ളവർ പഞ്ചസാര ആഡ് ചെയ്യാതെ വേണം കഴിക്കാനായിട്ട്. വെറുതെ ഫ്രൂട്ട് കട്ട് ചെയ്ത് നമുക്ക് കഴിക്കാവുന്നതാണ്. സ്ട്രെസ് അവോയ്ഡ് ചെയ്യാനും കാഴ്ചശക്തി വർദ്ധിപ്പിക്കുവാനും ഒക്കെ ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കുന്നത് ഗുണം ചെയ്യും. ഹൃദയ സംബന്ധമായ രോഗങ്ങളുള്ളവർക്ക് ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കുന്നത് വളരെയേറെ ഗുണങ്ങൾ നൽകുന്നൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർ ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങി കഴിക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ച് വില കൂടുതലുള്ള ഒരു ഫ്രൂട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരല്പം പോലും വേസ്റ്റ് ചെയ്യാതെ വേണം കഴിക്കാനായിട്ട്. അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങിക്കുമ്പോൾ ഇത് ഒന്ന് ഉണ്ടാക്കി നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിൽക്ക് ഷേക്കാണ്. പലർക്കും ഇത് എങ്ങനെയാണ് കഴിക്കേണ്ടത്, കട്ട് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ളൊരു ഡൗട്ട് കാരണം ആരും ഇത് വാങ്ങിക്കാറില്ല. അപ്പോൾ ഇതിന് ഇത്തിരി വിലയുള്ള ഒരു ഫ്രൂട്ടാണ്. ഞങ്ങളിത് വാങ്ങിയപ്പോൾ 65 രൂപയാണ് ഒരെണ്ണത്തിൻ്റെ വില വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ഈ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന റെഡ് കളറിലെ സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ
ക്ലിക്ക് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ പേര് ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് എന്ന് തന്നെയാണ്. അപ്പോൾ ആ പേജിനെയും അതുപോലെ നമ്മുടെ ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ വളരെ വളരെ നന്ദി പറയുകയാണ്. അപ്പോൾ ഞാൻ ഇത് കുടിച്ചോട്ടെ.